ഹലോ, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലോട്ടസ് ട്യൂബർ സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ. നമ്മുടെ ആദ്യത്തെ വെറൈറ്റി അമേരി പിയോണി. ട്യൂബർ റേറ്റ് 50, 75, 130. അടുത്ത വെറൈറ്റി ന്യൂ സ്റ്റാർ. ഇതിൻ്റെ ട്യൂബർ റേറ്റ് 100, 130. അടുത്തത് റെഡ് ഫിലിപ്പ്. ട്യൂബർ റേറ്റ് 150. പിന്നെയുള്ള ചന്ദ്രഭാഗ. ട്യൂബർ റേറ്റ് 125, 200. അടുത്തത് ബൗൾ വെറൈറ്റി അഫെക്ഷൻ 16. ട്യൂബർ റേറ്റ് 50, 100. യെല്ലോ പിയോണി. ട്യൂബർ റേറ്റ് 100, 150, 200. റാണി റെഡ്. ട്യൂബർ റേറ്റ് 100, 150, 200. റെഡ് കമാൻഡർ. ട്യൂബർ റേറ്റ് 100, 150. യെല്ലിംഗ് 1000 petal. ട്യൂബർ റേറ്റ് 150. സൂപ്പർ പിങ്ക്. ട്യൂബർ റേറ്റ് 150, 200. ഒക്ടോപ്പസ്. ട്യൂബർ റേറ്റ് 150, 200. സിയാം റൂബി. ട്യൂബർ റേറ്റ് 150. മഹിമ. ട്യൂബർ റേറ്റ് 150. റെഡ് ലഗൂൺ. ട്യൂബർ റേറ്റ് 200. അപ്പോൾ ഇന്ന് ഇത്രയും വെറൈറ്റീസാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പേരോ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് കാണിക്കുന്ന നിങ്ങൾക്ക് വേണ്ട ഫ്ലവറിൻ്റെ ട്യൂബർ അതിൻ്റെ പിക്ക് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ തന്നെ ഇട്ട് തരുന്നതായിരിക്കും. മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ നവംബർ ഡിസംബർ മാസത്തിൽ താമര പൂവ് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അത് പലർക്കും ഉള്ളതാണ്. ഒരുപാട് തണുപ്പുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള പ്രശ്നം വരാറുണ്ട്. ട്യൂബർ ഫ്ലവർ ആവാതെ അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന പോലെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ നേരത്തെ ആദ്യമൊക്കെ നമുക്ക് ഈ നവംബർ ഡിസംബറിലൊന്നും നമ്മുടെ ഏത് കാലാവസ്ഥയിലും പൂവ് ഇച്ചിരി കുറവായിരുന്നു. അതിൻ്റെ കാര്യം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് എല്ലാ താമരകളും സെറ്റായി വരാൻ കുറേ സമയമെടുത്തു. അതുകൊണ്ടാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യം പറയണം കേട്ടോ. എല്ലാവരുടെ കാര്യം പറയാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെയും കാലാവസ്ഥ എന്താണെന്ന് അവർക്കേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ കാസർഗോഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തണുപ്പുണ്ടാവും. ഒരു ഡിസംബർ ഹാഫ് മുതൽ ജനുവരി ഹാഫ് വരെ ഒരു മാസം അത്രമാത്രമാണ് തണുപ്പ്. പക്ഷേ പുറത്തിറങ്ങാൻ പറ്റാത്ത അങ്ങനെയുള്ള തണുപ്പൊന്നുമില്ല. നല്ല വെയിൽ കിട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് മാസങ്ങളിലും നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഏത് മാസത്തും നമുക്കിവിടെ ഫ്ലവർ കുറയാറില്ല. ഫ്ലവർ ഉണ്ടാവും. നമ്മൾ നട്ട് വയ്ക്കുന്ന ആ ഒരു സമയം മുതൽ നമ്മുടെ സാധാരണ ടബിൻ്റെ കാര്യമാണ് പറയുന്നത്. 100 രൂപയുടെയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ആ ടബിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഞാൻ അതുപോലത്തേലാണ് ഞാനെല്ലാം വെക്കാറുള്ളത്. അപ്പോൾ അതിൽ പൊതുവേ ഇപ്പോൾ ഇങ്ങനെ വന്നത് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ വന്നത് നമ്മൾ സാധാരണ താമരയുടെ സീസൺ എന്ന് പറയുന്നത് ഫെബ്രുവരിയാണ്. അപ്പോൾ ഫെബ്രുവരിയിലാണ് നമ്മളെല്ലാം നട്ട് വയ്ക്കുക. അപ്പോൾ ഫെബ്രുവരിയിൽ നട്ട് വെച്ചിട്ട് നമുക്കൊരു ഒക്ടോബറൊക്കെ ആകുമ്പം 6 മുതൽ 8 മാസം ആകുമ്പം നമ്മുടെ ടബ് റണ്ണർ ഓടി പൂവ് തന്ന് ഇതൊക്കെ ചെയ്ത് നിറയും. ടബിൽ റണ്ണർ ഏറ്റവും അടിഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുന്നോട്ട് പോകാൻ സ്ഥലമില്ലാതാവുമ്പോൾ നമ്മുടെ റണ്ണർ അവിടെ കിടന്ന് സ്വാഭാവികമായും ട്യൂബറാവും. അപ്പോൾ ഒരു 6 മുതൽ 8 മാസം ഒരു ടബിൽ, അതിനപ്പുറം ഈ 100 രൂപയുടെ ടബിലൊന്നും പറ്റൂല. അങ്ങനെ എന്ന് വെച്ച് എല്ലാം ആ ഒരു കാലയളവ് വരെ നമുക്ക് പൂ തരണമെന്നില്ല. പലതും നമ്മൾ വെക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഡയറക്റ്റ് ട്യൂബർ ആവാനുള്ള സാധ്യതയുണ്ട്. അത് ഓരോ വെറൈറ്റിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫെബ്രുവരിയിൽ നട്ടിട്ട് ഒക്ടോബർ ആകുമ്പോൾ നമുക്ക് ഡോർമെൻ്റ് ആവും. കാര്യം ആ ടബിൽ സ്പേസ് തീരും. അപ്പോൾ അങ്ങനെ നവംബർ ഡിസംബർ ഇത് ഡോർമൻസി പീരിയഡാണ്. അങ്ങനെ ആയിരുന്നു നേരത്തെ. അങ്ങനെയൊക്കെ ആയിരുന്നു. കാര്യം ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കാര്യം പൂവിൽ നിന്ന് ഒരു 3 മാസം ആകുമ്പോഴേക്കും സ്വാഭാവികമായും നമുക്ക് ട്യൂബർ ഫോം ആവും. പിന്നെ അതങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ചീഞ്ഞു പോവാറാണ് പതിവ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സമയമൊന്നും നമ്മൾ ഫെബ്രുവരി വരെ കാത്തു നിന്നാലൊന്നും നമുക്ക് നടക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനിവിടെ അങ്ങനെ പരീക്ഷിച്ചിട്ടാണ് ഏത് സമയത്തും എനിക്ക് ഫ്ലവർ വരും എന്നത് ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പോൾ പറയണേ. അപ്പോൾ എൻ്റെ കാര്യമാണ്, എല്ലാവർക്കും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഓരോരുത്തരുടെയും ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അവർക്ക് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തൊക്കെയും താമര നട്ട് വയ്ക്കാവുന്നതാണ്. 6 മുതൽ 8 മണിക്കൂർ 6 മണിക്കൂർ നമുക്ക് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ താമര പൂക്കാറുണ്ട്. എനിക്കിവിടെ മുറ്റത്ത് വെക്കുമ്പോൾ 6 മണിക്കൂറേ വെയിൽ കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഓപ്പൺ പ്ലേസിൽ വെക്കുന്നതുകൊണ്ട് എനിക്ക് 8 മണിക്കൂർ വരെ വെയിൽ കിട്ടുന്നുണ്ട്. എത്ര ചെറിയ പോട്ടിലാണെങ്കിലും എനിക്കിവിടെ താമര വിരിയുന്നുണ്ട് ഏത് സമയത്താണെങ്കിലും. അപ്പോൾ ഓരോരുത്തരുടെയും ആ ഒരു സംശയം പലർക്കും ഉണ്ട്, ഇതുപോലെ ഈ സമയത്ത് ആവുമോ എന്നുള്ളതൊരു സംശയമായിട്ട് അങ്ങനെ കിടക്കണോണ്ടാണ് വീഡിയോ നീണ്ടു എന്നറിയാം. പക്ഷേ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വീഡിയോ നീണ്ടുപോയത്. അപ്പോൾ ഒത്തിരി ലെങ്തി ആയെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ.